ഇതൊരു ക്ലീശ ചോദ്യമൊക്കെയാണ്, എന്നാലും വെറുതെ ചോദിക്കുകയാണ്. ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളോടൊക്കെ നമുക്ക് ചെറിയ പ്രായത്തിലൊരു ക്രഷ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോ സംഗീത ലോകത്ത് നിന്നായിരുന്നോ സെലിബ്രിറ്റി ക്രഷ്, അതോ എങ്ങനെയായിരുന്നു? പറയാനല്ല, ഭർത്താവ് അതൊക്കെ അറിയുന്നതല്ലേ, പറഞ്ഞ ബിക്കോസ് അവരെ നമ്മള് അങ്ങനെ ക്രഷ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്നാലും ചുമൊരു ആരാധനയൊക്കെ പറയാനൊന്നും ഇല്ല, ഭർത്താവ് വീട്ടിൽ കയറ്റത്തില്ലെന്നാണോ? എല്ലാം ഇത് അടിപൊളിയാണല്ലോ, സൂപ്പർ ആണെന്നൊക്കെ തോന്നാറുണ്ട്. അല്ലെ ക്രഷായിട്ടൊന്നും ഇല്ല. ഈ ആരുടെ കൂടെ പാടണം എന്നുള്ളത് ഡ്രീം ആയിട്ടുള്ളത്, ലൈക്ക് ദാസാറിന്റെ കൂടെ പാടാനുള്ളത് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏത് ടീമിന്റെ കൂടെ അല്ലെങ്കിൽ ഇന്നൊരു ആളുടെ കൂടെ പാടണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് നല്ല നല്ല ഡ്രീംസ് ഉണ്ട്, അത് എനിക്കിപ്പോ പറയണമെന്നില്ല. അതിലേക്ക് എത്തുമ്പം അത് ഡ്രീം ആയിരുന്നു എന്ന് പറയാം. അതെ അതെ, ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നാ മതി, അപ്പൊ പറഞ്ഞാൽ മതി. ഓക്കെ, ചുമ്മാടിയത്. കലാപക്കാര ഞങ്ങൾ വികാരമില്ല, പൈക്കൾ കടാരകേറ്റും ഒന്നൂടെ. കലാപക്കാര ഞങ്ങൾ വികാരമില്ല, പൈക്കൾ കടാരകേറ്റും നോക്കാതിടംബലം. പിരാന്തുമൂടിൽ കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോ ഇനി കരിയറിൽ വലിയ വലിയ സക്സസുകളിലോട്ട് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, വിഷ് ചെയ്യാണ്. വലിയ ഉയരങ്ങളിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ടു യു. കർണിക മൂവിയിൽ സോഹൻ റോയ് സർ എഴുതി അരുൺ ചേട്ടൻ മ്യൂസിക് ചെയ്ത് രാജലക്ഷ്മി ചേച്ചി പാടിയ പാട്ടാണ് ഇപ്പൊ ഞാൻ പാടാൻ പോകുന്നത്. പോയി മറഞ്ഞൊരാ സൂര്യസ്വപ്നം ഓർത്തുണർന്നവാ ചന്ദ്രികേ, പകലണഞ്ഞതും രാവണഞ്ഞതും കണ്ടു നൊന്തുവാ സന്ധ്യയിൽ. എല്ലാവരും കർണിക മൂവി കാണുക, ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ഒരു ബഞ്ച് ഓഫ് ന്യൂ കമേഴ്സിന്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഈ മൂവി. എനിക്കും ഇതിൽ പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും കാണുക, നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്സ് അറിയിക്കുക. താങ്ക് യു.